ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നത്തെയും പോലെ കുഞ്ഞാപ്പിതേ അച്ഛൻ വണ്ടി എടുക്കുമ്പോഴേക്കും ഗേറ്റ് തുറക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ബീച്ച് ഡേ ആണ്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അഴിക്ക ബീച്ചിലോട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞങ്ങളുടെ കൊച്ചിയുടെ ചെട്ടി പാലം. പണ്ടൊക്കെ അമ്മയും പപ്പയും ഞാനും കൂടെ പതിവായിട്ട് നടക്കാൻ വരാറുള്ള ഇടമാണ് ഇതൊക്കെ. ബട്ട് ഒരു തവണ പാലം കയറി ഇറങ്ങുമ്പോഴേ ഞാൻ കിതയ്ക്കാൻ തുടങ്ങും. സ്റ്റഡീസൊക്കെ ആയിട്ട് എറണാകുളം ആയപ്പോഴേ നടപ്പൊക്കെ നിന്നു. അതിനോട് ഇപ്പോൾ ഓടുന്നുണ്ട് കുഞ്ഞാപ്പിയുടെ കൂടെ. ദേ ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ ആണ് നമ്മുടെ ബീച്ച്. റൈറ്റിലോട്ട് പോകുന്ന തൃക്കുന്നപ്പുഴ ആ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഇത്തിരി പോകാനുണ്ട് നമ്മുടെ ബീച്ചിലോട്ട്. ദേ കടലൊക്കെ കണ്ടോ? നല്ല ഭംഗിയുള്ള കടൽ തീരമൊക്കെ കണ്ട് വണ്ടിയിലിങ്ങനെ പോണേൻ്റെ ഒരു രസം അതൊന്ന് വേറെ തന്നെയാണ്. തീരദേശ റോഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവും. കടലേറുന്ന സമയത്ത് വെള്ളവും മണലും ഒക്കെ ആയിട്ട് റോഡ് ആകെ ഗട്ടറായി നാശമായി. ഇതെന്തോ പുതിയ ഐറ്റമാണ് കേട്ടോ. കടലൊക്കെ കണ്ട് ചില്ല് ചെയ്യാനൊരിടം. ബട്ട് ഇറ്റ് വാസ് നൈസ് ഈവൻ ലുക്ക് വൈസ് ആണെങ്കിലും. ആൻഡ് ഇതാണ് നമ്മുടെ വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസ്. അഴീക്കൽ ലൈറ്റ് ഹൗസ് എന്ന് പറയും. ഇന്ത്യയിലെ ഫസ്റ്റ് പെൻഡഗൺ ഷേപ്പായിട്ടുള്ള ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ. കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ. ഏകദേശം ഒരു 41 മീറ്റേഴ്സ് എന്തോ ആണ് ഇതിൻ്റെ ഉയരം. ഇതാണ് നമ്മുടെ വലിയ അഴീക്കൽ പാലം. 2 ഡിസ്ട്രിക്റ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പാലാണ് ഇത്. അത് മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൗസ്ട്രിങ് ആർച്ച് ഷേപ്ഡ് ആയിട്ടുള്ള പാലാണ് നമ്മുടെ. ഞങ്ങളുടെ ഈ പാലവും അത്യാവശ്യം ഫേമസ് ഒക്കെ തന്നെയാണ് കേട്ടോ. വണ്ടി നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ പാലത്തിൽ വന്ന് കുറേ നേരം നിന്നിട്ടോ. എന്തൊരു കാറ്റാണെന്നറിയോ? നല്ല ആളും ഉണ്ടായിരുന്നു. അല്ല, നല്ല ആളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പാലം കാണാൻ വന്ന് ആകെ ട്രാഫിക്കായി ബ്ലോക്കായ സമയമുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് പാലം ഓപ്പൺ ആക്കിയ സമയത്തെ ദേ അത് കണ്ടോ? കായലും കടലും കൂടി ചേരുന്ന സ്ഥലമാണ് ഇത്. പണ്ടൊക്കെ നമ്മൾ ഈ പാലം ഉണ്ടായിരുന്നില്ലല്ലോ. സോ അഴീക്ക ബീച്ചിൽ വരണേൽ ഓച്ചിറ വഴിയൊക്കെ കറങ്ങി വരണമായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോക്ക് വളരെ കുറവായിരുന്നു. പൊഴിയിലാവും നമ്മൾ കൂടുതൽ പോലുണ്ടാവുക. അച്ഛതേ കുഞ്ഞാപ്പിക്ക് ഫിഷിംഗ് ബോട്ടൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തമ്മിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സീക്രട്ട് അജണ്ടയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ബീച്ചിലെത്തിയപ്പോഴേ കുഞ്ഞാപ്പിക്ക് ഐസ്ക്രീം വേണം. പിന്നെ അതായിട്ട് അങ്ങ് ഇരിപ്പായി. ഇതേ കണ്ടോ? ആ ഫേസിലോട്ടൊന്ന് നോക്കിക്ക്, ബാലഹനുമാൻ്റെ ഒരു ലുക്കില്ലേ. ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ട്. പിന്നെ കുഞ്ഞാപ്പിയായിട്ട് നടപ്പല്ല ഓട്ടം. ഒരിടത്തും അടങ്ങി നിൽക്കത്തില്ലല്ലോ. ഇത്തിരി നടക്കും, പിന്നെ ഓടും, ആളാകെ ക്ഷീണിക്കും, പിന്നെ എടുക്കാനായിട്ട് ബഹളാവും. പിന്നെ കുറേ നേരം കയ്യിലായിരിക്കും നമ്മുടെ. താഴെ ഇറങ്ങാറില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ വരാനായിട്ട്. പണ്ടൊക്കെ ആയിട്ട് നാട്ടിൽ വരുമ്പോൾ വലിയ ട്രിപ്പൊന്നും പോയില്ലെങ്കിലും ഇവിടെ വന്നാൽ മതി, ഞാൻ ഹാപ്പി. ആ സമയത്തൊക്കെ സൺസെറ്റ് കാണാൻ വരൽ പദ്യമായിരുന്നു. ഇത് നേരെ സന്ധ്യയായി തുടങ്ങിട്ടോ. കുഞ്ഞാപ്പി ഇതേ പാറയുടെയൊക്കെ മുകളിലൊക്കെ ചാടി കയറി നടക്കുക. എവിടെയെങ്കിലും വലിഞ്ഞു കയറുന്നതാണ് എൻ്റെ കുഞ്ഞാപ്പിയുടെ ഒരു ഹോബി ഇപ്പോഴത്തെ. പിന്നെ അച്ഛയുടെ കൂടെ നടപ്പായി. പുറത്തൊക്കെ പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്വാർട്ടറിൽ നമ്മൾ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ലല്ലോ. കൂടിപ്പോയാൽ പാർക്കിൽ പോവും. സൺഡേ പോലും അച്ഛൻ ഫ്രീ ആവാറില്ല. സോ നാട്ടിൽ വരുമ്പോൾ വാവയായിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങാം. അങ്ങനെ പുറത്തു പോയാലോ ആൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളൊന്നിനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഇതേ നമ്മുടെ ലൈറ്റ് ഹൗസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 2021 or 2022 എന്തോ ആയിരുന്നു അതിൻ്റെ ഇനാഗുറേഷനെ. നാട്ടിലുള്ള എല്ലാവരും അതിൻ്റെ ടോപ്പിൽ കയറിയിട്ടുണ്ടാകും. ബട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല. കുഞ്ഞാപ്പയെ കൺസീവ് ആയിട്ടും പിന്നെ ഡെലിവറി, അങ്ങനെ പിന്നെ ഭോപ്പാൽ പോയി, അങ്ങനെ കുറേ റീസൺസ് കൊണ്ട് ഇതുവരെ നടന്നില്ല. ഇത്തവണയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയ മതി എന്നായിരുന്നു. ലൈറ്റ് ഹൗസ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലും നമ്മൾ നിൽക്കണേ കൊല്ലം ഡിസ്ട്രിക്റ്റിലും. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഏട്ടെന്തോ കുഞ്ഞാപ്പിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നടപ്പാണ്. ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റും ആംബിയൻസും ഒക്കെ ആയിട്ട് പൊളി. കുഞ്ഞാപ്പിയായിട്ട് കുറേ നേരം അവിടെ ഒക്കെ ഓടിക്കളിച്ചു. എന്തൊരു സന്തോഷമായിരുന്നെന്നോ. ഏട്ടന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കാര്യം പറയാനും അവരുടെ കൂടെ കുറേ നേരം ഇരിക്കാനൊക്കെ ആയിട്ട് പോയായിരുന്നു കേട്ടോ. നേരെന്താ ഇരുട്ടി തുടങ്ങി. നമ്മൾ അവിടുന്ന് അങ്ങനെ നടന്നു. കടൽ കണ്ടപ്പോൾ 2 പേർക്കും കടലിലിറങ്ങണം. ഇത്തിരി നേരം കടലിലൊന്ന് ഇറക്കി പെട്ടെന്ന് ഞാനിങ്ങനെ വിളിച്ചു. കഴിഞ്ഞ തവണ നമ്മൾ വരുന്ന സമയത്ത് കടൽ ഇത്രയും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല കടലേറ്റാണ്. അങ്ങ് വരെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ കടകളൊക്കെ ഇപ്പോൾ എവിടെയാണോ ആവോ. എങ്കിലും സൈഡിലുള്ള കടകളൊക്കെ അതുപോലൊക്കെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ബജ്ജി കടകളും ഐസ്ക്രീം, ഫുഡ് സ്പാ, അങ്ങനെ കുറേ. കുതിരയെ കണ്ടപ്പം കുഞ്ഞാപ്പിക്ക് കുതിരയെ പിടിക്കണം, അതിൻ്റെ മുകളിൽ കയറണം. കുറേ പണിപ്പെട്ടു ആശാൻ, പക്ഷെ നടന്നില്ല. ഹോഴ്സ് റൈഡിങ് ഇവിടെ കുറേ ആയിട്ടുണ്ടേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളും കയറി ഒരു കടയിൽ ബജ്ജി വാങ്ങാൻ. ഏട്ടൻ ബജ്ജിയുടെ ആളാണെന്നേ. ഞാൻ ദേ ഈ വരുന്ന ഐറ്റത്തിൻ്റെ ആളും. കോളിഫ്ലവർ ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ഭോപ്പാലിൽ പോയാൽ ഞാൻ ഈ ഐറ്റം മിസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലിടയ്ക്കൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കും.
ഉത്സവ സീസൺ ആയിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ വളകളും മീൻസ് വളക്കടകളും കമ്മൽ കടകളും ഒക്കെ തപ്പി നടന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് നോക്കുക ബജ്ജിക്കടയാണ്. അതിനിടയ്ക്ക് നല്ലൊരു മഴയും പിന്നെ പയ്യനൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.